ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്തെ കിളിക്കൂടിന്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയും സുധീഷും ഇപ്പോൾ നിധിയുടെ വീട്ടിലാണല്ലോ. പക്ഷെ സുധീഷിനെ ആർക്കും അങ്ങോട്ട് അത്ര പിടിച്ചിട്ടില്ല കേട്ടോ. എല്ലാവർക്കും അവനോട് വെറുപ്പാണ്. അവളുടെ അമ്മ അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. എനിക്കങ്ങ് ദേഷ്യം വരാണ്. എനിക്ക് ആ ചെറുക്കൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ദേഷ്യം കയറാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ അവളുടെ അമ്മ പറയുന്നുണ്ട്, ഏത് നേരം നിധി അവൻ്റെ പിറകെയാണല്ലോ. ചായ വേണോ, കാപ്പി കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ കലി വരും. രാജീവാണെങ്കിൽ തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ. മൗനം പാലിച്ചിരിക്കുകയാണ്. കാരണം മനസ്സിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടല്ലോ. അത് നടപ്പിലാക്കണമെങ്കിൽ കുറച്ച് അഭിനയിച്ചേ പറ്റൂ. പിന്നീട് കാണിക്കുന്നത് തട്ടമിട്ടൊരു സുന്ദരിയാണ്. സുഭാഷിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹിന്ദിക്കാരന്റെ പെങ്ങളാണ് ഈ കുട്ടി. ഈ കുട്ടിക്ക് മലയാളം അറിയില്ല കേട്ടോ. അവള് ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഈ കുട്ടിയാണ് സുഭാഷിന്റെ ഭാവി വധു എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. സുഭാഷിനോട് അവിടെ വർക്ക് ചെയ്യുന്ന ആ ഹിന്ദിക്കാരൻ പറയുന്നുണ്ട്, അവളെൻ്റെ പെങ്ങളാണ്, അവൾക്ക് ഞങ്ങളുടെ അമ്മാവൻ കല്യാണം ആലോചിക്കുന്നുണ്ട്. ആ ചെറുക്കനെ അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇനി മുതൽ അവൾ ഇവിടെയായിരിക്കും താമസിക്കുക. നമുക്ക് വരും എപ്പിസോഡുകളിൽ നോക്കാം ഇതാണോ സുഭാഷ് ചേട്ടൻ്റെ നായിക എന്നൊക്കെയുള്ളത്. സുനന്ദ എന്തായാലും മറ്റൊരു കല്യാണം കഴിച്ച് പോയല്ലോ. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ആയിരിക്കാം ഇനി സുഭാഷ് ചേട്ടൻ്റെ നായിക. നമുക്ക് കണ്ടറിയാം. നിധിയുടെ വീട്ടിലാണെങ്കിൽ രാജീവ് അവളുണ്ടാവുന്ന സമയത്ത് മാത്രം സുധീഷിനോട് നന്നായിട്ട് പെരുമാറുകയും അവളില്ലാത്തപ്പോൾ സുധീഷിനെ തക്കം കിട്ടിയാൽ ഉപദ്രവിക്കുകയും ചെയ്യാണ്. കാരണം അവർക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നിധിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിർത്തണം, സുധീഷിനെ ചവിട്ടി പുറത്താക്കണം. അതിനുള്ള കുതന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും. എന്നാൽ അവൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. സുധീഷിനാണെങ്കിൽ അവരെവിടെയാണ് പ്ലാൻ ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്നൊന്നും മനസ്സിലാക്കാനും പറ്റുന്നില്ല. അവനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവരുടെ പ്ലാന് പൊളിച്ചെടുക്കാൻ. ആ സമയത്ത് രാജീവ് ചോദിക്കുന്നുണ്ട്, നിധി മോളെ നീ എങ്ങനെയാണ് അവിടെ കഴിയുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഒരു വീടിനെ ഭംഗിയാക്കുന്നത് അവിടുത്തെ ആളുകളാണ്, അവരുടെ സ്നേഹമാണ്. അതെനിക്ക് അവിടെ ചെന്നപ്പോഴാണ് അച്ഛാ മനസ്സിലായത്. അവരെല്ലാവരും എന്ത് നല്ലവരാ. പക്ഷെ ഇതൊന്നും അവളുടെ അമ്മയ്ക്കോ ഏട്ടനോ രാജുവിനോ ഒന്നും കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ പറ്റുന്നില്ല കേട്ടോ. അവർക്ക് അത്രയും ദേഷ്യം വരുന്നുണ്ട്. സുധീഷിൻ്റെ വീടിനെ പറ്റി പറയുമ്പോൾ അവൾക്ക് 100 നാവാണ്. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും അവളത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണല്ലോ അവരെല്ലാവരും. അവളുടെ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാത്ത പരിഗണനയും ലാളനയും സ്വാതന്ത്ര്യവും എല്ലാം അവൾക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന സീന് സുധീഷിന് വേണ്ടി ചായ റൂമിലേക്ക് കൊണ്ടുവരുന്ന നിധിയാണ് കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ നിധി ചെയ്യുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാവാണ്. ഒരു ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അവൾ ചെയ്യുന്നത്. അവളപ്പോൾ അതിൽ പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഭാവം എന്താ? ഭാര്യ എന്നിപ്പോൾ എല്ലാവരെയും അറിയിച്ചല്ലോ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഭാര്യയല്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതുകൊണ്ടാണോ മോന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അത് വേണ്ട കേട്ടോ. എന്നെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് നോക്കുന്നത്, അതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളെ ഞാനും നോക്കണ്ടേ, അത്രേ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ കിട്ടാത്ത പരിഗണനയും സ്നേഹവും ഒക്കെ നിധിയുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴും രാജീവും അരുണൊക്കെ അവനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. ഡ്രൈവർ എന്നൊക്കെ വിളിച്ച് അവനെ നന്നായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അതവനെ വല്ലാത്ത രീതിക്ക് വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം അവൻ പ്രതികരിക്കാതെ നിൽക്കാറില്ലല്ലോ. ഇവിടെ അവന് പ്രതികരിക്കാനേ പറ്റുന്നില്ല. പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ കയ്യിൽ നിന്ന് പോയില്ലേ. നമുക്ക് എന്തായാലും നോക്കാം ഇനി അങ്ങോട്ട് എന്തൊക്കെയായിരിക്കും കഥയിൽ വരാൻ പോകുന്നതെന്ന്. പുതിയ നായിക സുഭാഷ് ചേട്ടൻ്റെ ജീവിത നായികയാവോ എന്നൊക്കെ നമുക്ക് നോക്കാം. എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ, താങ്ക്